ഈ തിയറം പ്രൂവ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. സിംപ്ലക്സ് എന്താ, ഇൻസിഡൻസ് നമ്പർ എന്താ, അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഓറിയൻറ്റേഷൻ എന്താ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാവേ. അപ്പോൾ ഇതിൽ നമുക്ക് കാണിക്കേണ്ടത് എന്താ, നമ്മുടെ കെ എന്ന് പറയുന്നത് ഒരു ഓറിയൻറ്റഡ് കോംപ്ലക്സാണ്. ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ അതിലൊരു ഓറിയൻറ്റേഷൻ ഉണ്ടാവും, ഒരു പാത്ത് ഉണ്ടാവും നമ്മുടെ കോംപ്ലക്സിന് അല്ലേ. കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സിംപ്ലക്സുകളുടെ കളക്ഷനാണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സിഗ്മ പി എന്ന് പറയുന്നത് എന്താണ്, ഒരു പി സിംപ്ലക്സ് ആണ്. അപ്പോൾ അതിൽ ഏതൊക്കെ പോയിൻറ്റ്സുകൾ ഉണ്ടാവും, P+1 പോയിൻറ്റ്സുകൾ നമ്മുടെ സിഗ്മ പിയിലുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സിഗ്മ പിയിലുള്ള പോയിൻറ്റ്സുകളെ നമുക്കൊന്ന് എഴുതി വെക്കാം. നമ്മുടെ സിഗ്മ പിയിൽ ആരൊക്കെ ഉണ്ടാവും, സിഗ്മ പിയിലെ P+1 പോയിൻറ്റ്സുകളുണ്ടാവും. ഞാൻ അതിലെ 2 പോയിൻറ്റുകളെ സിഗ്മ പിയിലുള്ള 2 പോയിൻറ്റുകളെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് എ ബി എന്നാണ്. ഓക്കെ, അപ്പോൾ ബാക്കി എത്ര ടേംസുകൾ ഉണ്ടാവും, ഞാൻ V0 എന്നാണ് ബാക്കിയുള്ള ടേംസിനൊക്കെ ഡിനോട്ട് ചെയ്യുന്നത്. V0, V1 എക്സെട്ര Vp-2 ടേംസുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നോക്കിയേ എത്ര എണ്ണം ഉണ്ട്, ആകെ ടോട്ടൽ പോയിൻറ്റ്സുകൾ P+1 പോയിൻറ്റ്സുകളില്ലേ, എ ബി V0, V1 എക്സെട്ര Vp-2 ടേംസുകൾ നമ്മുടെ സിഗ്മ പിയിലുണ്ട്. ഞാൻ എടുക്കുന്നത് ഇതൊരു പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ്. അപ്പോൾ ഞാനിവിടെ പ്ലസ് സിഗ്മ പി എന്ന് ഇട്ടെടുത്തു. അങ്ങനെയാണെങ്കിൽ സിഗ്മ P-2 ഞാൻ എടുക്കുകയാണ്, ഇത് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ തന്നെയാണ്. അവിടെയുള്ള ടേംസ് എന്ന് പറയുന്നത് ഈ എ ബി ഒഴിവാക്കിയിട്ടുള്ള ടേംസ് ഏതൊക്കെ വരും, V0 എക്സെട്ര Vp-2. ഓക്കെ, ഇത്രയും ടേംസ് എവിടെയുണ്ട്, സിഗ്മ P-2ലുണ്ട്. ഇനി സിഗ്മ P-1 P-1 സിംപ്ലക്സ് ആണ് അല്ലേ, സിഗ്മ P-1 എന്ന് പറയുന്നത്. സിഗ്മ P-1 2 ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സിഗ്മക്ക് 1 എന്നും ഒരു സിഗ്മക്ക് ഞാൻ 2 എന്നും കൊടുക്കുകയാണ്. ഓക്കെ, ഈ P-1 സിംപ്ലക്സിനെ ഞാൻ 1 എന്നും ഈ P-1 സിംപ്ലക്സിനെ ഞാൻ 2 എന്നും കൊടുക്കുകയാണ്. അങ്ങനെ ഈ 1ൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിയാം, നമ്മുടെ ഈ P-2 ഈ ടേംസിൻ്റെ കൂടെ നമുക്ക് എ ആണ് വരുന്നതെങ്കിൽ, എ എന്ന് പറയുന്ന വേർട്ടെക്സ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ആരാ വരുന്നത്, എ V0 V1 എക്സെട്ര Vp-2 എന്ന് വരും അല്ലേ. ഇനി എ അല്ല, നമ്മൾ എടുക്കുന്ന വേർട്ടെക്സ് ബി ആണെങ്കിൽ ബി V0 എക്സെട്ര Vp-2 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 2 സിഗ്മകൾ അവിടെ ഇപ്പോൾ ഉണ്ട്. സിഗ്മ 1 P-1 ഉണ്ട്, സിഗ്മ 2 P-1 ഉണ്ട്. അപ്പോൾ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലുള്ള എല്ലാ കേസസും നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സിഗ്മ 1 P-1 ഇതിലുള്ള ഈ സിഗ്മ P-1ന് നമുക്കിപ്പോൾ 2 കേസ് ഉണ്ട്. ഒന്ന് സിഗ്മ 1 P-1 ഉണ്ട്, ഒന്ന് സിഗ്മ 2 P-1 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 2 ചെയ്യണം. ഇതിൽ സിഗ്മ 1 P-1 പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇവിടെയും പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പം നമുക്ക് 4 കണ്ടീഷൻ ചെക്ക് ചെയ്യണം അല്ലേ. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സിഗ്മ 1 P-1 എന്താവുന്നത് പോസിറ്റീവ് ആവുന്ന കേസിൽ, രണ്ടാമത്തെ കണ്ടീഷൻ സിഗ്മ 2 P-1 2 പോസിറ്റീവ് ആവും. ഇനി ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആവുന്നത്, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആവുന്നത്, ഇനി 2 നെഗറ്റീവ് ആവുന്നത്. ഈ 4 കേസസ് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ അതിലുള്ള പോയിൻറ്റ്സുകൾ ഏതൊക്കെയാണ് നമ്മൾ എടുത്തു, സിഗ്മ പിയിലുള്ളത്, സിഗ്മ P-2ലുള്ളത്, സിഗ്മ 1 P-1ലുള്ളത്, സിഗ്മ 2 P-1ലുള്ളത്, എല്ലാ പോയിൻറ്റ്സുകളും നമ്മളെടുത്തു. നമുക്ക് ഈ 4 കേസസ് ആണ് ചെക്ക് ചെയ്യാനുള്ളതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇത് ഓരോന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓരോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ,
ആദ്യം ഞാൻ ചെക്ക് ചെയ്യുന്നത് σ1 p-1 പോസിറ്റീവാണ്, σ2 p-1 പോസിറ്റീവാണ്. രണ്ടിൻ്റെയും ഓറിയൻറ്റേഷൻ എന്താണ്? പോസിറ്റീവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? σ1 നമ്മളെടുത്തത് v0 എക്സെട്ര Vp-2 ആയിരുന്നു. σ2 p-1 എന്താ ഉണ്ടായിരുന്നത്? പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ഓഫ് B V0 എക്സെട്ര Vp-2. നമുക്ക് കാണേണ്ടത് എന്താ? സമ്മേഷൻ ഇൻസിഡൻസ് നമ്പർ ഓഫ് σp, σp-1, σp-1, σp-2 ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? ഇതിൻ്റെ വാല്യൂ കാണാൻ ഇപ്പോൾ നമുക്ക് രണ്ട് സിഗ്മകളുണ്ട് അല്ലേ? σ1 p-1 സിംപ്ലക്സ് രണ്ടെണ്ണം ഉണ്ട്, σ1 p-1 ഉണ്ട്, σ2 p-1 ഉണ്ട്. അപ്പോൾ നമുക്ക് അത് രണ്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക? σp-1 ഇത് ആദ്യം p-1ൻ്റെ ഫസ്റ്റ് സിഗ്മയും σ1 ഇവിടെ ഉണ്ടോ 1 കൊടുത്തു നമ്മൾ. ഞാൻ അതിനെ ഒന്ന് ടാക്കുകയും ചെയ്യാം. σp-2 ഈ പ്രോഡക്റ്റ് നമ്മൾ ആദ്യം കണ്ടിട്ട് അതിനോട് എന്ത് ചെയ്യുക? നമ്മൾ ആഡ് ചെയ്യുക അല്ലേ? അതിനോട് ആഡ് ചെയ്യുക. എന്താ ആഡ് ചെയ്യേണ്ടത്? ഇതിൻ്റെ σp സെക്കൻഡ് എലമെൻറ്റ് σ2 p-1, σ2 p-1, σp-2. അപ്പോൾ ഈ സമ്മേഷനാണല്ലോ നമുക്ക് കിട്ടുക. ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ σp σp-1 കാണുന്നത്. σp ഇൻസിഡൻസ് മെട്രിക്സ് എന്താ വരിക? എന്തെങ്ങനെയാണ് കാണുക? നമ്മൾ σp-1 എലമെൻസുകൾ നമ്മൾ എഴുതും. σ1 p-1 എലമെൻസുകൾ ഇതാ. അതിൻ്റെ കൂടെ σp-1 ഒരു എലമെൻറ്റ് അതേതാണ്? σp ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? σp ഉണ്ടായിരുന്നത് A B V0 എക്സെട്ര Vp-2 ടേംസുകളല്ലേ? അപ്പോൾ നോക്കിയേ, σp-1 σp ഒരു വേർട്ടെക്സ് അതേതാ? B എന്ന് പറയുന്ന വേർട്ടെക്സ് അല്ലേ? ആ വേർട്ടെക്സിനെ നമ്മുടെ ഈ p-1 എലമെൻസുകളുടെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? അതാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് വരുന്നത്. ഇപ്പോൾ σp-1 ആരൊക്കെയുള്ളത്? A V0 എക്സെട്ര Vp-2 ടേംസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിന് മുന്നിലേക്ക് നമ്മൾ ഈ ബീനെ അങ്ങ് ഇട്ട് കൊടുത്തു. ഈ ബീനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഓറിയൻറ്റേഷൻ മാറിയല്ലോ. നമ്മുടെ ഓറിയൻറ്റേഷൻ A B V0 ആ ഒരു ഫോമിലായിരുന്നു. ഇപ്പോൾ നോക്കി, അതിൻ്റെ ഓറിയൻറ്റേഷൻ മാറിയില്ലേ? ആ ഓറിയൻറ്റേഷൻ മാറിയതുകൊണ്ട് ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്ന് പറയുന്നത് എന്ത് വരും? -1 എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്ത് വന്നു? -1 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ടേമിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -1 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത് എന്ത് കാണണം? അടുത്ത് നമുക്ക് കാണാനുള്ളത് σ1 p-1ൻ്റെയും σp-2ൻ്റെയും ഇൻസിഡൻസ് നമ്പറാണ്. ഇതെങ്ങനെയാണ് കാണുക? σp-2ലുള്ളതും ഇല്ലാത്തതും σ1 p-1ലുള്ള ഒരു വേർട്ടെക്സ് നമുക്ക് കണ്ടുപിടിക്കണം. അതേതാ വേർട്ടെക്സ്? σp-2ലുള്ളതും ഇല്ലാത്തതും σ1 p-1 ഉള്ളതായിട്ടുള്ള ഒരു വേർട്ടെക്സ് അതേതാ? A അല്ലേ? നമ്മുടെ σp-2 ആരാ ഉണ്ടായിരുന്നത്? σp-2 ഉണ്ടായിരുന്നത് V0 V1 എക്സെട്ര Vp-2 അല്ലേ? അപ്പോൾ ഇതിലില്ലാത്തതും ഇതിലുള്ളതും മാറിപ്പോയില്ല. ഇതിലില്ലാത്തതും ഇതിലുള്ളതും ഏതാണ് ആ വേർട്ടെക്സ് എന്ന് പറയുന്നത്? A അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Aനെ σp-2ലുള്ള എലമെൻസുകളുടെ മുമ്പിലേക്ക് അങ്ങിട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? V0 എക്സെട്ര Vp-2 ആണ് നമ്മുടെ σp-2ലുള്ള ടേം. അതിൻ്റെ മുന്നിലേക്ക് നമ്മൾ ഈ Aനെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ A V0 എക്സെട്ര Vp-2 എന്ന് വരും.
ഇതിൻ്റെ ഓറിയൻറ്റേഷൻ മാറിയിട്ടുണ്ടോ ഇപ്പോൾ? ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? 1 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് 1 ആണെന്ന് കിട്ടി, ഓർഡറിങ് മാറാത്തതുകൊണ്ട്. ഇനി നമ്മൾ സിഗ്മ പി മൈനസ് 1 കാണണം അല്ലേ. സിഗ്മ ടു പി മൈനസ് 1 നമ്മൾ കാണുമ്പോൾ ഇതിലില്ലാത്തതും ഇതിലുള്ളതുമായിട്ടുള്ളൊരു വേർട്ടെക്സ് ഏതാണ്? ഇതിലില്ലാത്തതും ഇതിലുള്ളതുമായിട്ടുള്ള ഒരു വേർട്ടെക്സ് ഏതാ? എ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? എനെ ഇതിന് മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക, ഈ ടേംസിന് മുന്നിലേക്ക്. അപ്പോൾ എന്ത് വരും? എ ബി വി നോട്ട് എക്സെട്ര വി പി മൈനസ് 2. ആ ഓറിയൻറ്റേഷൻ തന്നെയല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഓറിയൻറ്റേഷൻ മാറാത്തതുകൊണ്ട് ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്ത് വരും? 1 എന്ന് വരും. അതേപോലെ സെയിം ഇതിൽ ചെയ്ത് നോക്കുക. സിഗ്മ പി മൈനസ് 2 ഇല്ലാത്തതാ ഈ സാധനത്തിൽ, സിഗ്മ പി മൈനസ് 2 ഇല്ലാത്ത എന്നാൽ സിഗ്മ ടു പി മൈനസ് 1 ഇതിൽ ഉള്ള ഒരു വേർട്ടെക്സ് അതേതാ? ബി അല്ലേ. ആ ബീനെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ബി എന്ന് വരും. ബി വി നോട്ട് എക്സെട്ര വി പി മൈനസ് 2. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ മാറിയിട്ടുണ്ടോ? ഇതിൻ്റെ അല്ലല്ലേ നോക്കണ്ടേ, നമുക്ക് പി മൈനസ് 2ൻ്റെ പി മൈനസ് 1ൻ്റെ ഓറിയൻറ്റേഷൻ. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ മാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഓറിയൻറ്റേഷൻ മാറാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ 1 ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, എത്രയാണ് വാല്യൂ വരുന്നത്? അത് നമ്മൾ -1 × -1 ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് ഇവരുടെ രണ്ടുപേരുടെ പ്രൊഡക്റ്റ് എടുത്താൽ -1 എന്ന് വരും. ഇവരുടെ രണ്ടുപേരുടെയും പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് വരും? 1 എന്ന് വരും. -1 + 1 എന്താ വരിക? 0 എന്ന് വരും. അപ്പോൾ ഈ ടേമിൽ രണ്ടുപേരും പോസിറ്റീവ് ആവുന്ന സിഗ്മ 1 പി മൈനസ് 1ഉം സിഗ്മ 2 പി മൈനസ് 1ഉം പോസിറ്റീവ് ആവുന്ന കേസിൽ നമുക്ക് നമ്മുടെ സമ്മേഷൻ്റെ ഈ രണ്ട് ഇൻസിഡൻറ്റ് മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സമ്മേഷൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്ത കേസ് നമ്മൾ നോക്കുകയാണ്. അടുത്ത കേസിൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിട്ട് നമ്മൾ എടുക്കണം അല്ലേ. ഞാനിതാ ഇതിൽ സിഗ്മ 1 പി മൈനസ് 1 പോസിറ്റീവ് ഓറിയൻറ്റേഷൻ തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സിഗ്മ 1 പി മൈനസ് 1 പോസിറ്റീവ് ഓറിയൻറ്റേഷൻ തന്നെയാണ്. സിഗ്മ 2 പി മൈനസ് 1 ഉണ്ടല്ലോ, ഇത് ഞാൻ വിചാരിക്കുകയാണ് ഒരു നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ആണെന്ന് ഞാൻ വിചാരിക്കാം. ഓക്കെ, നെഗറ്റീവ് ഓറിയൻറ്റേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വാല്യൂസിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുമോ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടേംസുകൾ തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ സിഗ്മ പി മൈനസ് 1ൻ്റെ വാല്യൂ കാണണം. സിഗ്മ പി സിഗ്മ 1 പി മൈനസ് 1 സിഗ്മ 1 പി മൈനസ് 1ൽ ഇല്ലാത്തതും സിഗ്മ പിയിലുള്ളതുമായിട്ടുള്ള ടേം. സിഗ്മ 1 പി മൈനസ് 1ൽ ഇല്ലാത്തതും സിഗ്മ പിയിലുള്ളതുമായിട്ടുള്ള ടേം ഏതാ? ബി ആണല്ലോ. ഈ ബിയിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലുള്ള മെമ്പേഴ്സിനെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ബി എ വി നോട്ട് എക്സെട്ര എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ മാറിയിട്ടുണ്ടോ? മാറിയല്ലോ. ഈ ഓറിയൻറ്റേഷൻ അല്ലല്ലോ വന്നത്. അപ്പോൾ നമുക്ക് ഓറിയൻറ്റേഷൻ മാറിയതുകൊണ്ട് നമുക്ക് എന്ത് വരുന്നു? ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് -1 എന്ന് വരുന്നു. അതേപോലെ നിങ്ങൾ അടുത്ത് ചെയ്ത് നോക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ ഇതിലില്ലാത്തതും ഇതിലുള്ളതുമായിട്ടുള്ള ടേം സിഗ്മ പി മൈനസ് 2. ഇതിലില്ലാത്തതും ഇതിൽ ഉള്ളതുമായിട്ടുള്ള ടേം ഏതാ? എ ആണല്ലോ. ഈ എനെ പിടിച്ചിട്ട് ഇതിനെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാം. അപ്പോൾ എന്താ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ മാറിയിട്ടുണ്ടോ? ഓറിയൻറ്റേഷൻ മാറിയിട്ടില്ല. ഓറിയൻറ്റേഷൻ മാറാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ വാല്യൂ 1 ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് ഇത് നോക്കുക. ഇതെങ്ങനെയാണ് നോക്കുക? ഇതിലില്ലാത്തതും ഇതിലുള്ളതുമായിട്ടുള്ള ഒരു വേർട്ടെക്സ് കണ്ടുപിടിക്കണം. ഇതിലില്ലാത്തതും ഇതിലുള്ളതുമായിട്ടുള്ള വേർട്ടെക്സ് ഏതാണ്? എ ആണ്. ഈ എനെ പിടിച്ചിട്ട് ഇതിനെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിനെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ മാറുന്നുണ്ടോ? ഓറിയൻറ്റേഷൻ മാറുന്നുണ്ടല്ലേ. നമുക്ക് എ ബി വി നോട്ട് എക്സെട്ര ബി പി മൈനസ് 2 പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് എന്താ? ഇവിടെ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചായിരുന്നു കിട്ടുന്നത്. അത് കിട്ടാത്തത് കൊണ്ട് ഇവിടെ -1 ആയിരിക്കും ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് എന്ത് വരും? -1 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഇവർ തമ്മിൽ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും നോക്കി? -1 × 1 എന്ത് വരും? 1 എന്ന് ഇവിടെ വാല്യൂ വരും.
അതേപോലെ -1 ഇൻറ്റു -1, -1 ഇൻറ്റു 1 -1 എന്ന് വാല്യൂ വരും. ഇവിടെ -1 ഇൻറ്റു -1 +1 എന്ന് വാല്യൂ വരും. ഇവരെ രണ്ടുപേരും കൂടി ആഡ് ചെയ്താൽ -1 + 1 എന്ത് വരും? 0 എന്ന് വരും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്ത് കിട്ടി? പ്രൊഡക്റ്റ് 0 ആണെന്ന് കിട്ടി. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ σ2 p - 1 0 ആവുന്ന നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ആവുന്ന കേസിൽ അല്ലേ. ഇനി അതേപോലെ നമ്മൾ എന്ത് കണ്ട് നോക്കുക? ഇനി അതേപോലെ ഞാൻ കരുതുകയാണ് ഇത് പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ്, σ1 p - 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ഓറിയൻറ്റേഷനാണെന്ന് വിചാരിക്കാം. അത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് എങ്ങനെ വരുമെന്നറിയോ? നമുക്ക് ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് വരും, ഈ വാല്യൂ -1 എന്ന് വരും, ഈ വാല്യൂ 1 എന്ന് വരും, ഈ വാല്യൂ 1 എന്ന് വരും. ഇത് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് വരും? 1 ഇൻറ്റു -1 പ്ലസ് 1 ഇൻറ്റു 1 എന്ന് വരും. -1 + 1 0 എന്ന ആൻസർ വരും അല്ലേ. ഇനി നമ്മൾ രണ്ടെണ്ണവും 0 ആവുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. രണ്ട് സിഗ്മകളും p - 1ൻ്റെ രണ്ടെണ്ണം നെഗറ്റീവ് ആവുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, രണ്ടും നെഗറ്റീവ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? രണ്ടും നെഗറ്റീവ് ആവുന്ന കേസിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും, ഇതിൻ്റെ വാല്യൂ -1 വരും, ഇതിൻ്റെ വാല്യൂ -1 വരും, ഇതിൻ്റെ വാല്യൂ -1 വരും. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടുമല്ലോ. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള 4 കേസസിലും നമുക്ക് പ്രൊഡക്റ്റ് എന്ത് വരും? 0 എന്ന് വരും. അപ്പോൾ അതാണ് നമുക്ക് തിയറത്തിൽ കാണിക്കേണ്ടത്. തിയറത്തിൽ എന്താ കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്? സമ്മേഷൻ p - 1 summation incidence number of sigma p - 1, sigma p - 1, sigma p -2 അതെന്തായിരിക്കും? 0 ആയിരിക്കും. അത് നമ്മൾ കണ്ടല്ലോ. അതിൻ്റെ 4 കേസസാണ് നമുക്ക് കിട്ടുക. സിഗ്മ p - 1 രണ്ടെണ്ണം നമുക്ക് കിട്ടും. ആ രണ്ടെണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് 4 കേസസ് ഉണ്ടാക്കാൻ പറ്റും. ആ 4 കേസസിലും നമ്മൾ പ്രൊഡക്റ്റിൻ്റെ സമ്മേഷൻ എടുത്തപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. അതാണ് നമുക്ക് കാണിക്കാനുള്ളത്.